ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ആയിട്ടില്ല. അത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ്. അതുകൊണ്ട് ഇതിനകത്ത് കയറിയിട്ട് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. എന്നാലും വേണമെങ്കിൽ കയറി നോക്കാം. വിവർത്തന സാഹിത്യ പുരസ്കാരം, ഈ വർഷത്തെ പുരസ്കാരം കവിതാശ്രമാഷ് കവി കെജിയുടെ പ്രതിമാഷെ ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സാംസ്കാരിക പ്രവർത്തകരൊക്കെ ആയിട്ടുള്ള സുഹൃത്തുക്കൾ, ഇന്നത്തെ പ്രതിമാഷയുടെ 21ാം ചരമവാർഷിക ദിനമാണ് ഇന്ന്. പ്രതിമാഷിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ മറ്റുള്ളവർ സംസാരിക്കും. അദ്ദേഹത്തെ അനുസ്മരിച്ച് സംസാരിക്കുന്നവരും മറ്റുള്ളവരും അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കും. ഞാനത് കൂടുതൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നില്ല. അതേസമയം കുറ്റിമാഷും ഗ്രാമികയുമായുള്ള ബന്ധത്തെക്കുറിച്ച് 2 വാക്ക് സൂചിപ്പിക്കുകയാണ്. കുറ്റിമാഷക്ക് ഗ്രാമികയുടെ പ്രവർത്തനം ഗ്രാമീയ വിചാരവേദി എന്ന പേരിൽ 1958 ഒരു 38 വർഷം മുമ്പ് തുടക്കം കുറിക്കുന്ന കാലം മുതൽ കുറ്റിമാഷുമായി ഏറ്റവും അടുത്ത സൗഹൃദം ഞങ്ങൾക്കുണ്ട്. മാഷ് അഷ്ടമിത്ര ഗാന്ധി സ്മാരക ഹൈസ്കൂളില് ഇന്നത്തെ വേദിയിലുള്ള ബഹുമാനപ്പെട്ട KGS അടക്കം ഉള്ളവർ പങ്കെടുക്കുന്ന 6 മാസം നീണ്ടുനിന്ന ഒരു പ്രഭാഷണ പരമ്പരയിലൂടെയാണ് ഗ്രാമികയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് 88. ആ പ്രഭാഷണ പരമ്പരയിലെ എല്ലാ പ്രഭാഷണങ്ങൾക്കും ആദ്യ അവസാനം ശ്രോതാവായി ഒരു പരിപാടിയിൽ അധ്യക്ഷനായും കുറ്റിമാഷ് ആ സദസ്സിലുണ്ടായിരുന്നു. അന്ന് തുടങ്ങിയ ബന്ധം അതിനുശേഷം കുറ്റിമാഷ് ദേശീയ പുരസ്കാരം കിട്ടുന്ന സമയത്ത് ഗ്രാമിക അന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ഗ്രാമീണ വിചാരവേദിയുടെ ന്യൂസ് ബുള്ളറ്റിനിൽ ഗ്രാമിക ഗ്രാമപത്രത്തിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള വളരെ വിശദമായ റിപ്പോർട്ട് അദ്ദേഹവുമായി നടത്തിയ അഭിമുഖത്തിൽ നിന്നുള്ള ഭാഗങ്ങളൊക്കെ ചേർത്ത് അന്നേ ഞങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞിരുന്നു. പിന്നെ അതിനുശേഷം മാഷ് മരിക്കുന്നതിന്റെ 2 വർഷങ്ങൾക്ക് മുമ്പ് 2003 അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ഗ്രാമിക മുൻകൈയെടുത്ത് കേരള സാഹിത്യ അക്കാദമിയും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തും സഹകരിച്ചുകൊണ്ട് ഒപ്പം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും സച്ചാനന്ദ മാഷ് അന്ന് സെക്രട്ടറി ആയിരുന്നതുകൊണ്ടാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയും അതിൽ സാമ്പത്തികമായി സഹകരണം നൽകുകയും അതിഥികളെ പങ്കെടുപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതിൽ സഹകരണത്തിന് തയ്യാറായിട്ട്. അപ്പൊ ആ പരിപാടി തൃശ്ശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് ഒരു മുഴുദിന പരിപാടി തന്നെ ഗ്രാമിക സംഘടിപ്പിക്കുകയുണ്ടായി. വിവർത്തന സെമിനാർ, അങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് മുഴുദിന പരിപാടി. അങ്ങനെ വലിയൊരു അവസാന സമയത്ത് കുറ്റിമാഷുടെ മരണത്തിന് തലേവർഷം നമുക്ക് അദ്ദേഹത്തിന് വീണ്ടും വലിയൊരു തോതിലുള്ള അംഗീകാരവും ആദരവും നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് ഗ്രാമിക വളരെ സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ് ചെയ്യുന്നത്. 2005 കുറ്റിമാഷ് മരണപ്പെട്ട ജൂലൈ 23 കുറ്റിമാഷയുടെ വേർപാടിന് ശേഷം എല്ലാ വർഷവും ഗ്രാമിക അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്മാരക പ്രഭാഷണം ആണ് നമ്മൾ ആദ്യമായി എല്ലാ വർഷവും നടത്താൻ ആരംഭിച്ചത്. ഗ്രാമികയുടെ വാർഷിക പ്രഭാഷണം അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി മാറ്റി. നമ്മളത് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സമകാലിക വിഷയത്തെക്കുറിച്ച് വളരെ പ്രസക്തമായ ഓരോ വർഷവുമുള്ള വിഷയത്തെക്കുറിച്ച് ഒരു പ്രഭാഷണം സംഘടിപ്പിക്കുമ്പോൾ അത് കുറ്റിമാഷയുടെ സ്മരണയ്ക്ക് വേണ്ടി ആകുന്നതിലുള്ള സന്തോഷം, അത്തരം സംവാദങ്ങളോട് വളരെ അനുകൂലമായ അല്ലെങ്കിൽ വളരെ താല്പര്യത്തോടു കൂടി അതിനോട് പ്രതികരിച്ചിരുന്ന അല്ലെങ്കിൽ അതിലെല്ലാം താല്പര്യമെടുത്ത് പങ്കെടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു കുറ്റിമാഷ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കത്തര ഒരു സംവാദം പ്രഭാഷണം സംഘടിപ്പിക്കുന്നത് ഉചിതമായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പ്രഭാഷണം എല്ലാ വർഷവും സ്മാരക ദേവികുമാറിനായിരുന്നു
അതിൻ്റെ മാങ്ങാക്കാരൻ സമ്മാനം വാങ്ങാൻ തെക്കേറ്റത്തെ തിരുവനന്തപുരത്ത് നിന്നാണ് എത്തിയത്. റിയാസ് മുഹമ്മദ് ഇത് വാങ്ങാൻ വേണ്ടി വടക്കേറ്റായ കാസർഗോഡ് നിന്നാണ് എത്തിയത്. ആലുവയിൽ നിന്നാണ് മധ്യ ഭാഗത്തുള്ള ആലുവയിൽ നിന്നാണ് രവികുമാർ എത്തിയത്. ഇത്തവണ നമ്മുടെ മുറ്റത്തെ ഒരു വലിയ മരത്തിന്, വലിയ വൃക്ഷത്തിന് ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത് ഈ സമ്മാനം. തൊഴിലാളിമാർക്ക് ഇവിടെ സൂചിപ്പിച്ച പോലെ എത്രയോ വർഷങ്ങളായി എത്രയോ കൃതികൾ നിരന്തരമായി ഇങ്ങനെ വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കും. ഈ കഴിഞ്ഞ സമ്മാനങ്ങളിൽ നിന്ന് ഒരു വ്യത്യാസം ഈ സമ്മാനത്തിനുള്ളത്. ഇപ്പം റിയാസിന് സമ്മാനം കൊടുക്കുന്നത് വളരെ കന്നഡയായിട്ടുള്ള ഇപ്പം തമിഴിലെയും കന്നഡയിലെയും ഒക്കെ കൃതികൾ വിവർത്തനം ചെയ്തതിനാണ്. അതുപോലെ തന്നെ മാർക്കേറ്റിന്റെ കൃതി വിവർത്തനം ചെയ്തതിനാണ് എറണാകുളത്ത് നമ്മുടെ സമ്മാനം കൊടുത്തത്. അതുപോലെ തന്നെ പുതിയ കവികളുടെ അതിന് ആധുനിക കവികളെന്ന് വിളിക്കപ്പെടുന്നവരുടെ കവികളാണ് ഒരുപാട് അധികവും വിവർത്തനം ചെയ്തിട്ടുള്ളത്. ഇവിടെ പൂർവ്വമാർക്ക് വിവർത്തനങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ക്ലാസിക് മോഡേൺ ക്ലാസിക് എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽ പെടുന്ന കൃതികളാണ് അധികവും വിവർത്തനം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഡോക്ടർജിയുടെ പൂർവ്വം എന്ന് പറയുന്ന ആശുപത്രി, അല്ലെങ്കിൽ കർണൽ മെൽവിലിന്റെ കൃതി, അല്ലെങ്കിൽ ലൂയി പിരാന്തറോയുടെ കൃതി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എൻ കെ ദാമോദരനും എടപ്പള്ളി കരുണാകരനോരൊക്കെ വിരാജിച്ചിരുന്ന ആ ക്ലാസിക് മോഡേൺ ക്ലാസിക് എന്ന് പറയുന്ന ആ സ്ഥലത്ത് ആണ്, ആ സ്ഥലത്ത് നിന്നാണ് അധികം വിവർത്തനം ചെയ്തിട്ടുള്ളത്. അത് തന്നെ നോക്കാനുള്ള കണ്ണാടികളായി ഈ ഗ്രന്ഥങ്ങളെ വിതരണം ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഈ തൊഴിലാളിമാർക്ക് ഇവിടെ ചെയ്തു വരുന്നത്. അതിനാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ മുറ്റത്തെ മുല്ലയ്ക്ക് സാധാരണ പറയാറുള്ള ഒരു കാര്യം, ഒരിക്കലും എഴുത്തുകാരായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രതിഭാശാലികളോ ആയിക്കൊള്ളട്ടെ സ്വന്തം ഗ്രാമം ഒരിക്കലും ആദരിക്കില്ല എന്നാണ് പൊതുവെ ഒരു ചൊല്ലുപോലെ പറയാറുള്ള കാര്യം. അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇത്തവണ ഗ്രാമിക നമുക്ക് പരിചയമുള്ള ഗ്രാമികയുടെ തന്നെ ബന്ധുവായ ലോഹിതാസന്മാർക്ക് അവാർഡ് സമ്മാനിക്കുന്നത്. അപ്പൊ വിവർത്തന പുരസ്കാരം 2026 തുമ്പൂർ ബഹുഭാഷികം. വിശ്വസാഹിത്യത്തിലെ മികച്ച കൃതികൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തുകൊണ്ട് 6 പതിറ്റാണ്ടായി ഭാഷയെയും സാഹിത്യത്തെയും സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുകയാണ് തുമ്പൂർ ബഹുഭാഷികം. ദസ്തയേവ്സ്കി, ടോൾസ്റ്റോയ്, വിക്ടർ ഹ്യൂഗോ, ഹെർമൻ മെൽവിൽ, തോമസ് മാൻ, ജോർജ് സ്റ്റീൻബർഗ്, ഹെർമൻ ഹെസ്സെ, കാഫ്ക, അൻജൻ ചെക്കോവ്, ലോകപ്രശസ്ത എഴുത്തുകാരുടെ അനേകം കൃതികൾ അദ്ദേഹം മലയാളത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. കൂടാതെ നിരവധി ബൃഹത് ഗ്രന്ഥങ്ങളുടെ പുനരാഖ്യാനവും നിർവഹിച്ചിട്ടുണ്ട്. കഥാകൃത്ത് എന്ന നിലയിൽ അംഗീകാരം നേടിയിട്ടുള്ള ലോഹിതാക്ഷൻ മാസ്റ്റർ 2 ഹ്രസ്വചിത്രങ്ങൾക്ക് തിരക്കഥയും ഒരു സിനിമയ്ക്ക് കഥയും എഴുതിയിട്ടുണ്ട്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിവർത്തന പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള അദ്ദേഹം നിരവധി ബാലസാഹിത്യ കൃതികളും രചിച്ചിട്ടുണ്ട്. ഭാഷയ്ക്കും സാഹിത്യത്തിനും വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തുമ്പൂർ ലോഹിതാക്ഷന് ഹിന്ദിയിലെയും ലോക ഭാഷകളിലെയും മഹത്തായ കൃതികളെ മലയാളത്തിലേക്ക് ആനയിക്കാൻ ഒരായുസ് മുഴുവൻ ശ്രമിച്ച E.K. ദിവാകരൻകുട്ടി മാസ്റ്ററുടെ നാമധേയത്തിലുള്ള വിവർത്തന പുരസ്കാരം ഗ്രാമിക ആദരപൂർവ്വം സമർപ്പിക്കുന്നു. ഗ്രാമിക കുറുക്കാട്ടുശ്ശേരി, തൃശൂർ, 26/7/2025.
ഫാസിസ്റ്റ് ഭരണകൂടത്തെ എത്ര ഭയപ്പെടുത്തിയെന്ന് നമുക്കറിയാം. ഇത് ഈ ഒരു സംഭവം അടുത്ത കാലത്ത് നേരത്തെ ഗോപീഷ്ണൻ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന, കേൾക്കാൻ കഴിയുമോ എന്ന് ഉത്കണ്ഠപ്പെട്ടിരുന്ന, കിണത്തിൽപ്പെടുന്ന ഒരു വാർത്തയാണ്. ലോകത്ത് എല്ലായിടത്തും ചീത്ത വാർത്തകൾ, ദുഷ്കഥകൾ, കൊലപാതകങ്ങളെ പറ്റിയും കൊള്ളയെ പറ്റിയും വിവിധ തരത്തിലുള്ള പീഡനങ്ങളെ പറ്റിയും അധികാരത്തിന്റെ ഓരോ ദിവസത്തിലും ഓരോ രക്തസാക്ഷി ഉണ്ടാകുന്ന തരത്തിലുമൊക്കെ ചീത്ത വാർത്തകൾ മാത്രം അതുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എനിക്ക് സ്വകാര്യമായി എപ്പോഴും തോന്നും ഗ്രാമീയ പോലെ അപൂർവം ചില കേന്ദ്രങ്ങളിൽ നിന്ന് കേൾക്കുന്ന വാർത്തകളൊക്കെ നല്ല വാർത്തകളാണ്. വരാൻ പോകുന്നതിനെ പറ്റി, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റി, ഭാവിയെ പറ്റി, ഓരോ പ്രായത്തിൽ പെടുന്ന ഈ സാമൂഹിക ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളെ പറ്റിയൊക്കെ ഈ ഗ്രാമീയ എന്ന് പറയുന്ന വളരെ ലളിതവും വിനീതവുമായ പ്രവർത്തന ശൈലികളുള്ള ഈ പ്രസ്ഥാനത്തിന് കഴിയുന്നുണ്ട്. അവിടെ കേൾക്കുന്നതൊക്കെ ശുഭവാർത്തകളാണ്. അവർ പ്രതീക്ഷ തരുന്നുണ്ട്. നമ്മളെയൊക്കെ തളർന്നു പോകുന്ന ദുർബലമായി തുടങ്ങുന്ന നമ്മുടെ ഇച്ഛാശക്തിയെ അതിശക്തിപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഒരു പക്ഷെ ഇതിന് ബാധകമായ ഒരു നാട്ടുപത്രമാണ് എന്റെ വരവ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്റെ ഗ്രാമത്തിൽ രവീന്ദ്രനാഥ് ടാഗോർ സ്മാരക വായനശാല എന്നൊരു വായനശാല ഉണ്ടായിരുന്നു, ഗ്രന്ഥശാല. അത് രവീന്ദ്രനാഥ് ടാഗോർ ഈ വായനശാലയുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുള്ളതിൽ നിന്നാണ് ഞാൻ ആദ്യം കേൾക്കുന്നത് തന്നെ. അതിനുള്ളിൽ നിന്നാണ് ടാഗോറിന്റെ ചില കൃതികൾ നമുക്ക് വായിക്കാൻ പറ്റുന്നത്. ഈ വായനശാലയിൽ നിന്നാണ് വിക്ടർ ഹ്യൂഗോയും ഡോസ്റ്റോവസ്കിയും ഷേക്സ്പിയറുടെ ചില കൃതികളൊക്കെ കിട്ടുന്നത്. ലോകത്തേക്കുള്ള എന്റെ പാതകൾ തുറന്നു തന്നത് ഈ ഗ്രാമത്തിലെ വായനശാലകളാണ്. അതിൽ തന്നെ വിവർത്തന കൃതികളുമാണ്. ലോകം എന്റെ കുഗ്രാമത്തിലേക്ക് വന്നെത്തിച്ചേർന്ന ഏറ്റവും ദിവ്യമായ വായനത്തിന്റെ പേരാണ് വിവർത്തനം എന്നത്. വിവർത്തനം നമ്മുടെ കുഗ്രാമത്തിൽ ലോകത്തെ നിർമ്മിക്കുന്ന, ലോകത്തെ സാധ്യമാക്കുന്ന ഒരു വലിയ സാംസ്കാരിക പ്രവർത്തനമാണ്. അത് വിപുലമായ ഒരു പുതിയ സാംസ്കാരിക പൊതുമണ്ഡലത്തെ സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ സാംസ്കാരികം എന്ന് പറഞ്ഞപ്പോ സംസ്കാരം സാമൂഹികവും രാഷ്ട്രീയവും ആത്മീയവും ഒക്കെ ആയ വിവിധ തലങ്ങളിലുള്ള ഒരു പൊതുമണ്ഡലത്തെയാണ്. അത്തരം പൊതുമണ്ഡലത്തെ നിരന്തരം നവീകരിക്കുന്നതിനും അതിനെ പ്രതിരോധ സജ്ജമാക്കുന്നതിനും നിരന്തരം ജാഗ്രത ഉണ്ടാക്കി നിർത്തുന്നതിൻ്റെതായ ഒരു പ്രവർത്തന ശൃംഖലയാണ് യഥാർത്ഥത്തിൽ വിവർത്തനത്തിനുള്ളത്. അപ്പൊ ായിട്ട്